അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കരാറ്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം ആരോടാണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർക്കാണ് അള്ളാന്റെ ഓഫർ. എന്താണ് ഓഫർ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, ഭൂമിയിൽ നാം അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. ഏതുപോലെ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. അതേ സഹോദരന്മാരെ, നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മോട് ഉണർത്തുന്ന കാര്യം എന്താ? ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് കൊടുത്തത്, ഈ ഉമ്മത്തിന്റെ ആദിമ തലമുറ മഹാന്മാരായ സഹാബാ കിറാം, അതിൻ്റെയും മുമ്പ് തന്നെ അമ്പിയാക്കന്മാർ ജീവിച്ച കാലഘട്ടം, ആ അമ്പിയാക്കന്മാരെ അല്ലാഹു തആല വ്യത്യസ്തങ്ങളായ സമുദായങ്ങളിലേക്കാണ് പറഞ്ഞയച്ചത്. ആ സമുദായങ്ങളിലേക്ക് നബിമാര് ചെന്നപ്പോ ആ നാട്ടുകാർ ആ നബിമാരോട് സ്വീകരിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും തോതനുസരിച്ച് നബിമാരോട് അവർ നല്ല നിലക്ക് വർത്തിച്ചപ്പോൾ ആ നാട്ടുകാർക്ക് ഇസ്സത്തുണ്ടായി. അതേ അവസരത്തിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളോട് ആ ജനത പുറംതിരിഞ്ഞു നിന്നപ്പോഴെല്ലാം ആ ജനങ്ങളെ അല്ലാഹു തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഖുർആനിലുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത, ആദ് ഗോത്രം, സമൂദ് ഗോത്രം, അതേപോലെ തന്നെ മദിയൻ ഗോത്രം, അങ്ങനെ ഒരുപാട് ആ ഗോത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതുപോലെ തന്നെ മഹാരഥന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ, സുലൈമാൻ നബിയും ദാവൂദ് നബി അലൈഹിസ്സലാമും ഒക്കെ രാജാക്കന്മാര് കൂടിയായ നബിമാരായിരുന്നു. അങ്ങനെ നബിമാരുടെയൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ തന്നെ ആ പ്രവാചകന്മാരുടെയൊക്കെ സമൂഹം ആ നബിമാര് പറഞ്ഞ ആശയാദർശങ്ങളോട് ചേർന്ന് നിന്ന കാലഘട്ടത്തിലൊക്കെ റബ്ബിന്റെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ആശയാദർശങ്ങളില്ലെന്ന് ആ തലമുറ എന്ന് പിറകോട്ട് പോയോ അവർക്ക് അധപ്പതനം വന്നു, റബ്ബിന്റെ ശിക്ഷയും വന്നു. ഇത് നമ്മൾ വിശദീകരിക്കാതെ തന്നെ മുസ്ലിമീങ്ങളായ നമുക്ക് ചരിത്രം പഠിച്ച ആളുകൾക്ക് നബിമാരുടെ ചരിത്രത്തെക്കുറിച്ച്, സമൂഹങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ. നമ്മുടെ തന്നെ അവസ്ഥ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മക്കയിൽ അതാ അവിടുത്തെ 10 വർഷക്ക 13 കൊല്ലം അവിടുന്ന് മക്കയിൽ ജീവിക്കുമ്പോൾ എന്തുമാത്രം പ്രയാസകരമായ അവസ്ഥയിലാണ് അവിടുന്ന് ജീവിച്ചത്. ന്യൂനപക്ഷമായിരുന്ന ആളുകളാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ ഹിജറ പോയ ആ വർഷം മുതൽ 10 കൊല്ലം ജീവിച്ചല്ലോ അവിടുന്ന് വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിജറ പോയ 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ പിന്നെ ഉണ്ടായത്. മദീനയിലെത്തിയതിൻ്റെ ശേഷം ഒരുപാട് പ്രതിരോധ യുദ്ധങ്ങൾ ഉണ്ടായി. ബദറുണ്ടായി, ഉഹദുണ്ടായി, ഖന്തഖുണ്ടായി, ഹുനൈനുണ്ടായി, തബൂക്കുണ്ടായി, മക്കം വിജയമുണ്ടായി. അങ്ങനെയുള്ള പല രൂപത്തിലുള്ള പല ചരിത്രങ്ങൾക്കുമിടയിലതാ 10 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അറേബ്യ ഉപഭൂഖണ്ഡം, ജസീറത്തുൽ അറബ് മിക്കവാറും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിലായി കഴിഞ്ഞു. നോക്കണം നിങ്ങൾ, ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിലായി. തീർന്നില്ല, റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഒക്കെ തങ്ങളുടെ ഭാവി എന്താകുമെന്ന് ആകുലപ്പെടുന്നവരവസ്ഥയോളം എത്തി. രാജ്യത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന റോമാ ചക്രവർത്തി, കിസ്റ ചക്രവർത്തി, ആ ചക്രവർത്തിമാർക്കൊക്കെ പേടി തോന്നിത്തുടങ്ങി. എന്തൊക്കെയോ ചിലത് മാറ്റങ്ങൾ വരുന്നുണ്ട്, ആളുകളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്ന്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തന്നെ ജസീറത്തുൽ അറബിൽ ഇസ്ലാമിന്റെ സ്വാധീനമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല യദാ അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ അധികാരം മുഅ്മിനീങ്ങൾക്ക് കൊടുത്തു. ആർക്കാ കൊടുത്തത്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്,
ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറഞ്ഞ പരുവത്തിലെത്തി. അവരുടെ പിന്നെയോ അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ ദീനിന് സ്വാധീനം കൊടുത്തു. നിർഭയത്വം എന്ന അവസ്ഥ അവർക്ക് അള്ളാഹു പകരം കൊടുത്തു. എത്രത്തോളം പേടിയിലായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ദീനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. കഅബാലയത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് അള്ളാന്റെ റസൂല് നിസ്കരിക്കുന്ന വേളയിൽ അവിടുന്ന് സുജൂദിലേക്ക് പോകുമ്പോ പെരടിക്ക് ചവിട്ടിയിരുന്നില്ലേ അന്നത്തെ കക്ഷികൾ? ചീഞ്ഞളിഞ്ഞ കൊടൽമാല അവിടുന്ന് സുജൂദ് ചെയ്യുന്ന വേളയിൽ അവിടുത്തെ ശരീരത്തിലേക്ക് കൊണ്ടുപോയി കോരിച്ചരിഞ്ഞില്ലേ? നിസ്കരിക്കുന്ന വേളയിൽ അതാ കഴുത്തിലേക്ക് കയറിട്ടുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നും വലിയടാ വലിയെന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അന്നതാ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അത്തഖ്തുലൂന റജുലാ അയ്യഖൂല റബ്ബി അല്ലാഹ്, അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞവര് തെറ്റല്ലാതെ ആ ഒരു കുറ്റമല്ലാതെ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഏകനായ റബ്ബാണ് എൻ്റെ റബ്ബെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ആ സംഭവത്തെ പറ്റി അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ നോക്കിയതിനെ പറ്റി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, ഒരടിമയെ അതാ നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് തടയുകയും ദ്രോഹിക്കുകയും ചെയ്തവനെ നീ കണ്ടില്ലേ എന്ന് ഖുർആനിന്റെ അവസാന ഭാഗത്തുള്ള സൂറത്തിൽ അല്ലാഹു തആല പറയുന്നില്ലേ? ഇതൊക്കെ ആ കാലഘട്ടത്തിൽ തൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. മുത്ത് മുസ്തഫയ്ക്ക് സഹാബത്തിന് പീഡനങ്ങൾ സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആ ഒരവസ്ഥ മാറി മദീനയിലെത്തിയിട്ട് കാലങ്ങൾ കുറച്ച് പിന്നിട്ടപ്പോ അള്ള പറഞ്ഞ ഈ കണ്ടീഷനുള്ളവരെത്തിയപ്പോ ഈമാനും അമലു സ്വാലിഹാത്തും ഒക്കെ കിട്ടിയപ്പോ അതേ അവർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ, ഏതാണ് അവരുടെ ദീന്? വലയുമക്കിനന്ന ലഹും, അള്ളാന്റെ കരാറാണ്. അവർക്ക് അല്ലാഹു തആല സ്വാധീനം കൊടുക്കും. അഥവാ ദീനഹും, അവരുടെ ദീനിന്, അല്ലദീ ഇർതളാലഹും, അവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള ഇസ്ലാം ദീനുണ്ടല്ലോ, അതിന് അല്ലാഹു അവർക്ക് സ്വാധീനം കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടെ ഭയത്തിന്റെ കാലത്തിന്റെ ശേഷം അവർക്ക് അല്ലാഹു അഭയത്തെ, നിർഭയത്വത്തെ പകരം നൽകുകയും ചെയ്യും. അതേ ഖുർആനിൽ എത്ര സ്ഥലത്താ നമുക്ക് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയെപ്പറ്റി ഖുർആൻ പറയുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പേടിച്ചവരാണ്, നിങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നവരാണ്. ഏറെ നിങ്ങൾ പേടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാതെ പേടിച്ചരണ്ട് കഴിയേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഏറെ പതിതരായിരുന്നു, പ്രയാസത്തിലായിരുന്നു. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയില്ലയോ എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നില്ലേ? അങ്ങനെയുള്ള അവസ്ഥയൊക്കെ അവർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? നല്ല ഉറച്ച ഈമാനും അമലു സാലിഹാത്തും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ ജീവിച്ചത് കൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അവിടുന്ന് വിടവാങ്ങുന്ന ഹജ്ജിൽ ഒരുപാട് അതേ ലക്ഷത്തോളം വരുന്ന അനുയായി വൃന്ദത്തെ കാണുകയാണ്. അവിടുന്ന് വഫാത്താകുന്ന വേളയിൽ അതാ ശാന്തമായി മദീനത്തെ മസ്ജിദിൽ വെച്ച് തൻ്റെ അനുയായികൾ വളരെ ശാന്തരായി നിസ്കരിക്കുന്ന രംഗം അവിടുന്ന് നോക്കിക്കാണുകയാണ്. അങ്ങനെ അറേബ്യൻ ഉപദ്വീപിൽ നല്ല സ്വാധീനവും അധികാരവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ, അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ കണ്ട് അനുഭവിക്കുവാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൈവരുകയുണ്ടായി.